Hi all, welcome you all to Econometrica. I am Kavya. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിന്റെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. So you are given a matrix P is equal to 0, 1, 2, 3 and Q is equal to, you are given a matrix minus 1, 2, 4 and 3 and you are given another matrix അതായത് R ആണ്. Rന്റെ വാല്യൂ 2, minus 1, 6, 5 ആണ്. അത് നിങ്ങളോട് കാണാൻ പറയുന്നത് P into Q plus R ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. P into Q plus R ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് ഫ്രണ്ട്സ് ചെയ്യേണ്ടത്? Q plus R കണ്ടുപിടിക്കാം. അപ്പൊ Q plus R എന്ന് പറയുമ്പോൾ നമ്മൾ ഇതും തമ്മിൽ ആഡ് ചെയ്യുക അല്ലെ. -1 plus 2 1 ആണ്. 2 plus -1 so it becomes 1 തന്നെയാണ്. 4 plus 6 10 ആണ്. 3 plus 5 8 ആണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ ഈ P നെ ഇതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. വളരെ ഈസി ആയി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതൊന്ന് ആ P യുടെ വാല്യൂ ഇവിടെ എഴുതുവാണ്. 0, 1, 2, 3. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ 0 എടുക്കുക. ഞാൻ ഓരോ സ്റ്റെപ്പായി എഴുതി തരാം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് യു ബിക്കം എഫിഷ്യന്റ്. സോ അത്രയും ഡിഫിക്കൽട്ട്നെസ് വരില്ല. 0 into 1 plus 1 into 10. അടുത്തത് 0 into 1 plus 1 into 8. അടുത്തത് 2 into 1 plus 3 into 10. അടുത്തത് 2 into 1 plus 3 into 8. സോ നമ്മൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാണ്. സോ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 8 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 2 plus 30 വരുമ്പം 32 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 2 plus 24 വരുമ്പോൾ 26 എന്ന് കിട്ടി. സോ 10, 8, 32 and 26. ഇതാണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. വളരെ ഈസി ആയി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും നമ്മളോട് ചോദിക്കാനായിട്ട് സാധ്യത ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. A is equal to 1, 2, 2, 2, 1, 2, 2, 2, 1. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫ്രണ്ട്സ് a square minus 4a minus 5i is equal to 0 ആണ്. നമ്മൾ ആദ്യം നമുക്ക് a square ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് ഈസി ആയിട്ടുള്ളതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം 4a കണ്ടുപിടിക്കാം. 4a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ a ഏരിയയിലേക്ക് എല്ലാം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 1 4, 4 into 2 8, 4 into 2 8. അടുത്ത എന്താണ്? 4 into 2 8, 4 into 1 4, 4 into 2 8, 4 into 2 8, 4 into 2 8 and 4 into 1 4 ആണ് വരുന്നത്. ഇനി നമുക്ക് 5i കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1 0 0 0 1 0 0 0 1. സോ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 5 0 0 0 5 0 0 0 5 ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് a സ്ക്വയർ കാണാം. a സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ 2 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 2 2 2 1 2 2 2 1 1 2 2 2 1 2 2 2 1. അപ്പൊ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. വളരെ സിമ്പിൾ ആയി നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 1 into 1 വരുമ്പോ 1 പ്ലസ് 2 into 2 വരുമ്പോ 4 പ്ലസ് 2 into 2 വരുമ്പോ 4 നമുക്ക് കിട്ടി. അടുത്തത് 1 into 2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 2 എന്ന് പറഞ്ഞ് എഴുതിയാലും മിസ്റ്റേക്ക് ഇല്ല. സോ 1 into 2 വരുമ്പോ 2 കിട്ടി, പ്ലസ് 2 into 1 വരുമ്പോ 2 കിട്ടി, പ്ലസ് 2 into 2 നമുക്ക് 4 കിട്ടി. അടുത്തത് എഴുതാം. അടുത്ത നമുക്ക് 1 into 2 2 പ്ലസ് 2 into 2 4 പ്ലസ് 2 into 1 2. അടുത്ത നമ്മൾ എടുക്കുന്ന സമയത്ത് 2 into 1 2 പ്ലസ് 1 into 2 2 പ്ലസ് 2 into 2 4 ആണ്. അടുത്ത 2 into 2 4 പ്ലസ് 1 into 1 1 പ്ലസ് 2 into 2 4 ആണ് വരുന്നത്. അടുത്തത് 2 into 2 4 വന്നു, പ്ലസ് 2 പ്ലസ് 2 വന്നു.
അടുത്ത നമ്മൾ 2 into 1 2 വന്നു, 2 into 2 4 വന്നു, 1 into 2 2 വന്നു. അടുത്തത് 2 into 1 2 into 2 4 വന്നു, 2 into 1 2 വന്നു, 1 into 2 2 വന്നു. അടുത്തത് 2 into 2 4 വന്നു, 2 into 2 4 വന്നു, 1 into 1 നമുക്ക് 1 വന്നു. സോ ഇത് നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്കിവിടെ 4 plus 4 8 plus 1 9 കിട്ടി, 4 5 6 7 8 കിട്ടി, 4 5 6 7 8 കിട്ടി. ഓരോന്നും ആഡ് ചെയ്യാം. 4 5 6 7 8 8 plus 1 9 ആണ്. പിന്നെ അടുത്തത് 4 5 6 7 8 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 4 5 6 7 8 വന്നു, ഇവിടെ നമ്മൾ 4 5 6 7 8 വന്നു, ഇവിടെ നമുക്ക് 8 plus 1 9 വന്നു. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് a സ്ക്വയറിന്റെ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. a സ്ക്വയറിന്റെ വാല്യൂ 988 988 898 and 889 9 ആണ്. അടുത്തത് നമുക്ക് -4a ആണ്. അപ്പൊ -4a എന്ന് പറഞ്ഞാൽ 488 488 848 848 884 884 ആണ് വരുന്നത്. അടുത്ത -5i. അപ്പൊ -500 050 005 ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്, which is equal to 0 എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മളിവിടെ എഴുതുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടിയത് 988 898 889 -488 848 884 -500 050 005 ആണ്. നമ്മൾ ഇതിനെ കുറയ്ക്കുവാണ്. സോ 9 4 പോയാൽ 5 5 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. 8 8 കുറച്ചു, അപ്പൊ നമുക്ക് 0 ആണ്. അഗൈൻ 8 8 കുറച്ചാൽ 0 ആണ്. 8 8 കുറച്ച് 0 ആണ്. 9 4 കുറച്ചാൽ 5 5 കുറച്ചാൽ 0. 8 8 കുറച്ച് നമുക്ക് 0 ആണ്. 8 8 കുറച്ച് നമുക്ക് 0 ആണ്. 8 8 കുറച്ച് നമുക്ക് 0 ആണ്. 9 4 കുറച്ച് 5 5 കുറച്ചാൽ 0 ആണ്. സോ ദ ആൻസർ വിൽ ബി 0 0 0 0 0 0 0 0 0. ജനറലി എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇത്രയും വലിയ ചോദ്യം ചോദിക്കുമെന്ന്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം തന്നെ അത്രയും വലിയൊരു എക്സാം ആണ്. സ്റ്റാറ്റി ബേസ്ഡ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് എല്ലാവരും എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. സോ നമ്മൾ ഉടനെ തന്നെ ലൈവ് സെഷനുമായിട്ട് വരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.